പല മോഡേൺ മെഡിസിൻസും വളരെ കോമൺ ആയി യൂസ് ചെയ്യുന്ന പല മെഡിസിൻസും 10-20 വർഷം കഴിയുമ്പോൾ ബാൻ ചെയ്യുന്നുണ്ട്. ആയുർവേദ മെഡിസിൻസ് കൊണ്ട് ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റ് അല്ലെങ്കിൽ ഒരു എമർജൻസി മെഡിസിൻ കിറ്റ് ആവശ്യമുണ്ടോ? ശരിക്കും പലപ്പോഴും ആയുർവേദ ഡോക്ടേഴ്സ് ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് രാത്രിയിലൊക്കെ പേഷ്യൻസ് അല്ലെങ്കിൽ പരിചയക്കാരെ വിളിച്ചിട്ട് ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ മെൻസ്ട്രൽ പെയിനാണ്, എവിടെയെങ്കിലും ഇടിച്ചു, പെയിനുണ്ട്, അതുപോലെ ത്രോട്ട് പെയിൻ ഉണ്ട്, അങ്ങനെ പല ഇഷ്യൂസ് പറഞ്ഞിട്ട് എന്തെങ്കിലും നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ പലപ്പോഴും നമ്മൾ പറയുന്ന മെഡിസിൻസ് വീടുകളിൽ ഉണ്ടാവാറില്ല. ഈ സാഹചര്യത്തിൽ അവർ മോഡേൺ മെഡിസിൻസ് കഴിക്കാൻ നിർബന്ധിതരാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ റീസെൻ്റ്ലി നമ്മൾ കാണുന്നുണ്ട് പല മോഡേൺ മെഡിസിൻസും വളരെ കോമൺ ആയി യൂസ് ചെയ്യുന്ന പല മെഡിസിൻസും 10-20 വർഷം കഴിയുമ്പോൾ ബാൻ ചെയ്യുന്നുണ്ട്. അതായത് കിഡ്നിക്ക് പ്രശ്നമാണ് അല്ലെങ്കിൽ ക്യാൻസർ സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ബാൻ ചെയ്യുന്നത് നമ്മളിപ്പോൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ സിറ്റുവേഷനിൽ പലപ്പോഴും നമുക്ക് ആയുർവേദ മരുന്നുകൾ ഒരു ഓൾട്ടർനേറ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നവയാണ്. ഈ ഒരു സിനാരിയോയിലാണ് നമുക്ക് ഈ ആയുർവേദ മെഡിസിൻ കിറ്റിൻ്റെ പ്രാധാന്യം വരുന്നത്. പണ്ട് കാലത്ത് ഗൃഹവൈദ്യം വളരെയധികം പ്രചാരത്തിലുണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ തലമുറയ്ക്ക് അതെല്ലാം അന്യം നിന്ന് പോയി. സോ വീട്ടിൽ നമുക്ക് അത്യാവശ്യം വേണ്ട മരുന്നുകൾ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. 15ഓളം മരുന്നുകൾ അടങ്ങിയ ഒരു മെഡിസിൻ കിറ്റ് പ്രധാനമായിട്ടും തലവേദന, വയറിളക്കം, ഇൻഡൈജഷൻ, അതുപോലെ മറ്റ് ബുദ്ധിമുട്ടുകൾ, മെൻസ്ട്രൽ പെയിൻ പോലത്തെ കണ്ടീഷൻസ്, പൊള്ളലേൽക്കുമ്പോൾ അപ്ലൈ ചെയ്യാൻ, വേദനയ്ക്ക് വേണ്ടിയിട്ട്, അങ്ങനെയുള്ള കുറച്ച് മെഡിസിൻസ് അടങ്ങിയ ഒരു മെഡിസിൻ കിറ്റ് വീട്ടിൽ സൂക്ഷിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്, പ്രത്യേകിച്ചും ഇന്നത്തെ കാലഘട്ടത്തിൽ.